മക്കളെ നമ്മുടെ പ്രോട്ടീൻസ് പറയുന്ന സെഷൻ ഉണ്ടല്ലേ ബയോമോളിക്യൂളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻസ്. സാധാരണ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പാട്ടാണ്. പ്രോട്ടീൻ ഏറ്റവും സിമ്പിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്താ? അമിനോ ആസിഡ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പ്രോട്ടീൻ്റെ സിമ്പിൾ യൂണിറ്റ് ആണ് അമിനോ ആസിഡ്സ് അല്ലേ. ഈ അമിനോ ആസിഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഓർമ്മയില്ലേ? ഓക്കെ, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ഹൈഡ്രോജൻ ഉണ്ട്, ഒരു വേരിയബിൾ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാവേ. അപ്പം ഇതിൽ വേരിയബിളിന് പകരം ഹൈഡ്രോജൻ വന്നാൽ ഗ്ലൈസിൻ, മീഥൈൽ വന്നാൽ അലാനിൻ, ഹൈഡ്രോക്സി മീഥൈൽ വന്നാൽ സെറൈൻ. ഇതൊക്കെ മക്കൾക്ക് അറിയാം. ഇവിടെ നമുക്ക് വേറൊരു പാർട്ടിലേക്ക് പോവാം. മക്കളെ, നമുക്ക് ഈ പ്രോട്ടീൻസിൻ്റെ യൂസസും കാര്യങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകാൻ പോകുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നോക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചെടുക്കണേ, നല്ല കുട്ടികളായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കൊലാജിൻ. നിങ്ങൾ കൊലാജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? കൊലാജിൻ മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ ഇൻ ദി അനിമൽ വേൾഡ്. കുറേ തവണ ചോദിച്ചാൽ അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കൊലാജിൻ. മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ ഇൻ ദി ബയോസ്ഫിയർ. അതേതാ ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ? റോബിസ്കോ. മക്കൾക്ക് അറിയാലോ, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, റോബിസ്കോ. ഇവിടെ നമുക്ക് നോക്കാം. കൊലാജിൻ ഇങ്ങനെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? സെൽസിനിടയിലുള്ള ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആക്ട് ആസ് എ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. കുറേ തവണ ചോദിച്ചാണ്. ഇതും മാച്ച് ദി ഫോളോയിങ്ങിൽ ഓർക്കുക. അതല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാരാ? കൊലാജൻ. അതുപോലെ തന്നെ കൊലാജിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാനിപ്പോൾ പറഞ്ഞു. മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ ഇൻ ദി അനിമൽ വേൾഡ്. ഓക്കെ മക്കളെ, അടുത്ത ആളെ നോക്ക്. നിങ്ങളില്ലേ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻസൈം, ഹോർമോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാം ഒരു എക്സാമ്പിൾ വന്നിട്ട്. ഇപ്പോൾ നമ്മൾ കുറേ ആളെടുത്തു, ഒരു ക്ലാസ് റൂമാണ്. ഇവിടെ ഇവരൊക്കെ മനുഷ്യന്മാർ. ഓക്കെ, നമ്മളതിൽ വീണ്ടും ഒന്ന് ഉള്ളിലേക്ക് എടുത്തു നോക്കുക. ചിലപ്പോൾ ഒരാൾ ഒരു ബോയ്, ഒരാൾ ഗേൾ, ചിലപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ. പക്ഷെ ഇവരൊക്കെ എന്താ? മനുഷ്യന്മാർ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹോർമോൺ എന്ന് പറഞ്ഞാലും എൻസൈംസ് എന്ന് പറഞ്ഞാലും ഇവരൊക്കെ ആരാ? ഇവരൊക്കെ പ്രോട്ടീൻസാ. ഇവരൊക്കെ ആരാ? പ്രോട്ടീൻസാ. നിങ്ങൾ ഹോർമോണിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എൻസൈംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പക്ഷെ ഇവരൊക്കെ ആരാ? പ്രോട്ടീൻസ്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ പ്രോട്ടീൻ ഹോർമോണുകൾ ആരൊക്കെയാ നോക്കാം. എല്ലാ ഹോർമോണും പ്രോട്ടീനാന്നല്ല കേട്ടോ പറഞ്ഞേ. സ്റ്റീറോയിഡ് ഹോർമോൺ ഉണ്ട്, അയഡോതൈറോൺ ഉണ്ട്, അമിനോ ആസിഡ് ഡെറിവേറ്റ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ട്രിപ്സിൻ. ട്രിപ്സിൻ എന്ന് പറയുന്ന ആരാ? എൻസൈം. ഓക്കെ, ട്രിപ്സിൻ, പെപ്സിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവരൊക്കെ എൻസൈംസാ. അടുത്തൊരാളെ നോക്കാം. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ഈ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ഒക്കെ ഏത് ഗ്ലാൻഡാണ് ഉണ്ടാക്കുന്നത്? ഇൻസുലിൻ ഗ്ലൂക്കഗോണിനൊക്കെ അറിയാം അല്ലേ? ഏത് ഗ്ലാൻഡാ? പാൻക്രിയാസ്. ഈ പാൻക്രിയാസിൽ ഒരു കൂട്ട് സെൽസ് ഉണ്ടായിരുന്നില്ലേ? അവരെ വിളിക്കുന്ന പേരെന്താ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ടായിരുന്നില്ലേ? ഏതൊക്കെയാ? ആൽഫ സെൽ. ആൽഫ സെൽ സെക്രീറ്റ് ഗ്ലൂക്കഗോൺ. ബീറ്റാ സെൽ സെക്രീറ്റ് ഇൻസുലിൻ. ആൽഫ സെൽ എന്താ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കഗോൺ. ബീറ്റാ സെൽ സെക്രീറ്റ് ഇൻസുലിൻ. ആ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ഇവരൊക്കെ ഹോർമോൺസ് ആണ്. പക്ഷെ ബേസിക്കലി ഇവരൊക്കെ ആരാ? പ്രോട്ടീൻസ് ആണ്. ഇനി അടുത്ത ആളെ നോക്ക്. റിസെപ്റ്റർ മുന്നേ ആന്റിബോഡി ഉണ്ട് അല്ലേ? നിങ്ങൾ സാധാരണ നമ്മൾ പുറത്തു നിന്ന് ഒരു പാത്തോജൻ നമ്മളെ ബോഡിയിൽ കയറി, അവനെ നമ്മളെ ബോഡിക്ക് ആരാ? അവൻ ആന്റിജനാ. അവനെ അഗെയിൻസ്റ്റ് നമ്മുടെ ബോഡി എന്തോ ഉണ്ടാക്കും? ആന്റിബോഡി. അവനെ കൊന്നുകളി അല്ലേ? അപ്പോൾ കയറി വന്നവൻ ആരോ അവൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ആളാണ് ആര്? ആന്റിബോഡി. പുറത്തു നിന്ന് കയറി വന്നവൻ ആന്റിജൻ, അവനെ കൊല്ലാൻ വേണ്ടി നമ്മളെ ബോഡി ഉണ്ടാക്കുന്നത് ആന്റിബോഡി. ആന്റിബോഡി ഇറ്റ് ഫൈറ്റ്സ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്. റെഡി? അടുത്തൊരാൾ. മക്കളെ, റിസെപ്റ്റേഴ്സ് ഇല്ലേ? റിസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സ്മെല്ലുണ്ട് അല്ലേ, ടേസ്റ്റ് ഉണ്ട്, ദെൻ ഹോർമോണിൻ്റെ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ആരാ? പ്രോട്ടീൻസാ. ആൻഡ് ലാസ്റ്റ് വൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നീറ്റിൽ 2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ മക്കളെ ഓർത്ത് വെച്ചോളാ. നോക്കിക്കോ, ഇവിടെ ഗ്ലൂട്ട് 1, ഗ്ലൂട്ട് 2, ഗ്ലൂട്ട് 3, ഗ്ലൂട്ട് 4 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തരുന്നത്. ഗ്ലൂട്ട് 4 ഇങ്ങനെയാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന്, സെല്ലിലേക്ക് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ഒരു ഒറ്റ ഉത്തരം ഗ്ലൂട്ട് 4. 1, 2, 3 എന്നൊക്കെ ഓപ്ഷനിൽ കണ്ട അപ്പം എടുത്ത് എറിഞ്ഞേക്കണം. ഗ്ലൂട്ട് 4 ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന പ്രോട്ടീൻ ആരാ? ഗ്ലൂട്ട് 4. തെറ്റിക്കരുതേ. അപ്പോൾ മക്കളെ, ഇത് സിമ്പിളാണ്. വളരെ ചെറിയ സമയം, 1 മിനിറ്റ് നിങ്ങൾ എടുത്താൽ മതി, ഇത് പഠിച്ചു കഴിയും. അപ്പോൾ നന്നായിട്ടും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.